യേശുവിൻ സാക്ഷികൾ നമ്മൾ, അവൻ്റെ വിശുദ്ധ ജനം നമ്മൾ. ഉയർത്തവനുടെ പരമവിളിക്ക് യോഗ്യരം ജനം നമ്മൾ. ഉയർത്തവനുടെ പരമവിളിക്ക് യോഗ്യരം ജനം നമ്മൾ. സ്തുതിക്കാം ഹല്ലേലൂയാ, സ്തുതിക്കാം ഹല്ലേലൂയാ, സ്തുതിക്കാം ഹല്ലേലൂയാ, സ്തുതിക്കാം ഹല്ലേലൂയാ. നമ്മുടെ രക്ഷയാം പാറയ്ക്കാർപ്പിടം സ്തുതിക്കാം ഹല്ലേലൂയാ. നമ്മുടെ രക്ഷയാം പാറയ്ക്കാർപ്പിടം സ്തുതിക്കാം ഹല്ലേലൂയാ. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ സ്നേഹവന്ദനം. സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം 6-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിനുള്ളിൽ, അതുകൊണ്ട് അവൻ്റെ ആപത്ത് പെട്ടെന്ന് വരും, ക്ഷണത്തിൽ അവൻ തകർന്നു പോകും, പ്രതിശാന്തി ഉണ്ടാകുകയുമില്ല എന്ന വാക്യമാണ്. ജീവിതത്തിൽ ഇടർച്ചയുണ്ടാക്കുകയും അസമാധാനം വിതയ്ക്കുകയും വഴക്കുണ്ടാക്കുകയും ചെയ്യുന്നതായ വ്യക്തികളുടെ ജീവിതത്തിൽ ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരുവാനും ജീവിതത്തിൽ ഭവിച്ചതായ തെറ്റുകൾ, കുറ്റങ്ങൾ, കുറവുകൾ, വീഴ്ചകൾ, താഴ്ചകൾ ഒക്കെ ഏറ്റുപറഞ്ഞ് കരുണയ്ക്കു വേണ്ടി അപേക്ഷിക്കുകയും ചെയ്യുവാനുള്ള ഒരു കാലഘട്ടമുണ്ടെന്നും ആ കാലഘട്ടത്തിൽ അത് കൃത്യമായി ചെയ്യുന്നില്ല എങ്കിൽ പ്രതിശാന്തി കൂടാതെ തകർന്നു പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് നാം എത്തിച്ചേരുമെന്നും നമ്മെ ഓർപ്പിക്കുകയാണ്. ദൈവത്തിൻ്റെ തിരുവചനം നാം നോക്കുകയാണെങ്കിൽ ശമൂവേലിൻ്റെ പുസ്തകത്തിൽ ദാവീദിൻ്റെ ചരിത്രം ഓർപ്പിക്കുമ്പോൾ ദാവീദ് ജീവിതത്തിൽ പ്രതിശാന്തി ലഭിക്കാതെ തകർന്നു പോകേണ്ടവനായിരുന്നു. നിരവധി തെറ്റുകൾ, കുറ്റങ്ങൾ, വീഴ്ചകൾ, താഴ്ചകൾ ഒക്കെ ദാവീദിൻ്റെ ജീവിതത്തിൽ സംഭവിക്കപ്പെട്ടിട്ടുണ്ട്. അവിടെയൊക്കെ ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ കരങ്ങളിൽ വീഴുന്നതാണ് എനിക്ക് നല്ലതെന്ന് പറഞ്ഞ് ദൈവം മുൻപാകെ തന്നെ ഏറ്റുപറഞ്ഞ് സമർപ്പിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം തനിക്ക് വിടുതലും സമാധാനവും നൽകിയതായി ചരിത്രമുണ്ട്. ന്യായാധിപന്മാരുടെ പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ ദൈവത്താൽ നിയോഗം പ്രാപിച്ച് ആക്കപ്പെട്ടിരുന്ന ശിംശോനെ സംബന്ധിച്ച് പറയുന്നു, തനിക്ക് രക്ഷപ്പെടുവാൻ കഴിയുന്ന എല്ലാ സാധ്യതകളും അടഞ്ഞു നിൽക്കുന്ന പശ്ചാത്തലത്തിൽ ശിംശോൻ സ്വർഗത്തിലേക്ക് നോക്കിക്കൊണ്ട്, ദൈവമേ, എൻ്റെ തെറ്റുകൾ എന്നോട് ക്ഷമിക്കണമേ, എന്നോട് പൊറുക്കണമേ, എനിക്ക് പെട്ടെന്നുള്ള ഒരു പ്രതിശാന്തി തരയണമേ, ഈ ഒരാവർത്തി എന്നോട് ക്ഷമിക്കണമേ എന്നുള്ള പ്രാർത്ഥന ദൈവം കേട്ടിട്ട് താൻ എന്നേക്കുമായി പെട്ടെന്ന് നശിച്ചു പോകുന്നവനായി തീരുകയല്ല, തനിക്കും ജീവിതത്തിലൊരു മടങ്ങിവരവിൻ്റെ കാലം ദൈവം കൊടുത്തു എന്നതാണ് ഇവിടെ ഓർപ്പിക്കുന്നത്. ജീവിതത്തിൽ എവിടെയെങ്കിലുമൊക്കെ തെറ്റുകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ ഏറ്റുപറഞ്ഞ് കരുണയ്ക്ക് വേണ്ടി ദൈവത്തോട് അപേക്ഷിക്കുന്നെങ്കിൽ ദൈവം നമ്മോട് കരുണ കാണിക്കും എന്നുള്ള വാക്കുകളാണ്. എന്നാൽ 15-ാം വാക്യത്തിൽ ഓർപ്പിക്കുന്നത് കരുണ കാണിക്കാത്തത് ആരോടാണ് എന്ന് ചോദിച്ചാൽ ജീവിതത്തെ കണ്ടുണരുവാനും ഏറ്റുപറയുവാനും ക്ഷമാപണത്തിനു വേണ്ടി ദൈവത്തോട് അപേക്ഷിപ്പാനും മനസ്സില്ലാത്ത ആളുകളെ സംബന്ധിച്ചാണ്. ദൈവത്തിൻ്റെ കരുണ ലഭിച്ച ദാവീദിനെയും ശിംശോനെയും കുറിച്ച് നാം കണ്ടുവെങ്കിൽ ദൈവത്തിൻ്റെ കരുണ ലഭിക്കാതെ പോയ വ്യക്തിയാണ് ഇസ്തോരിയഥ യൂദ എന്ന് പറയുന്ന മനുഷ്യൻ. എന്താണ് യൂദയ്ക്ക് പറ്റിയത്? എന്താണ് അബ്നേറിന് പറ്റിയത്? സൂക്ഷ്മതയോടുകൂടി കാര്യങ്ങൾ ചെയ്യുവാനും ആ തലത്തിൽ ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരുവാനും ഏറ്റുപറയേണ്ട സമയത്ത്, തിരുത്തേണ്ട സമയത്ത് അത് ചെയ്യുവാനും മനസ്സില്ലാതെ പോയതുകൊണ്ടാണ് ജീവിതത്തിനകത്ത് ആ വലിയ വിപത്തിലേക്ക് അവർ നീറ്റപ്പെട്ടത്. അവർക്ക് പ്രതിശാന്തി ഉണ്ടാകാതെ അവർ കടന്നു പോകേണ്ടി വന്നത് എന്നുള്ളത് തന്നെയാണ്. ഹെബ്രോനിലെത്തിപ്പെട്ട അബ്നേർ അതിൽ നിന്ന് പുറത്തേക്ക് വന്ന് ശത്രുവിൻ്റെ ആക്രമണത്തിൽ കൊല്ലപ്പെടുകയാണ്. കർത്താവായ യേശുവിനെ ഒറ്റിക്കൊടുത്ത യൂദ കിട്ടിയതായ നന്മകൾ വലിച്ചെറിഞ്ഞു കളഞ്ഞിട്ട് കെട്ടിഞ്ഞാന്ന് ആത്മഹത്യ ചെയ്യുകയാണ്. അതിൻ്റെ എല്ലാം കാരണം ഏറ്റുപറയുവാനും ക്ഷമയ്ക്ക് വേണ്ടി അപേക്ഷിപ്പാനും മനസ്സില്ലാതെ പോയി എന്നുള്ളതാണ്. ആകയാൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ,
നാം ദൈവത്തിൻ്റെ മുൻപിൽ പ്രതിശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാകുവാൻ, ക്ഷമാപണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാകുവാൻ, ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാകുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ശിംശോനെ പോലെയും ദാവീദിനെ പോലെയും നമുക്ക് പ്രതിശാന്തി ലഭിപ്പാൻ ഇടയായി തീരട്ടെ. യൂദയെയും അബ്നേറിനെയും പോലെ തകർന്നു പോകുന്നവരായി തീരാതിരിക്കേണ്ടതിന് നമുക്ക് നമ്മെ സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. ദൈവം അതിന് നമ്മെ സഹായിക്കട്ടെ. കരുണയുള്ള ദൈവമേ, ഞങ്ങൾ ദൈവത്തോട് അപേക്ഷിക്കുന്നവരും ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിച്ച് പ്രതിശാന്തി കിട്ടാത്തവരായി അവസാനിക്കുന്നവരായിട്ടുമല്ല, ഞങ്ങൾക്ക് പ്രതിശാന്തി ലഭിച്ച് ദൈവത്തിൽ അനുഗ്രഹം പ്രാപിപ്പാൻ പ്രാപ്തരാക്കണമേ. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ.